വെകിളി അത് ഇവള് അനശ്വര ഇച്ചിരി വെകിളി പോലെ ഉണ്ടായിരുന്നു. സിനിമ ഇത് വെറും ഒരു പൈങ്കിളി അല്ല. അനശ്വര ഇച്ചിരി ഓവറായിരുന്നു. ഒരുപാട് ചിരിക്കാനുള്ള ഒരുപാട് എലമെന്റ് ഉണ്ട്. നൈസ് നൈസ് മൂവി. എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് ഹിറ്റ് അടിക്കും. അങ്ങനെയല്ല ക്ലീശ നമുക്ക് ചിരിക്കാറുണ്ട്. കിടില ആള് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ്. ഭയങ്കര രസം. അമ്പന കിടിലം. പുള്ളി സജിൻ ഗോപുലെ ആൾ കിടിലം. നല്ല പെർഫോമൻസ്. കണ്ടോണ്ടിരിക്കുക അടിപൊളി. കൊള്ളാം കൊള്ളാം. എനിക്ക് ടൈമില്ല വണ്ടി. നല്ല പടമാണ്. എടുത്തു പറയുന്നത് അമ്പാന്റെ പെർഫോമൻസ് തന്നെയാണ്. നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിൽ വന്ന എല്ലാ പടങ്ങളും നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. കൊള്ളാം. നല്ല നല്ല ക്യാരക്ടറാണ്. വർക്കാവുന്നു. കൊള്ളാം. എടുത്തു പറയാൻ പൈങ്കിളി നമ്മൾ കണ്ടത് തന്നെയാണ്. നമ്മൾ കണ്ടു പറഞ്ഞത് തന്നെയാണ്. കൊള്ളായിരുന്നു. കോമഡി ഫിലിം ആയിരുന്നു. അമ്പാമ്പുള്ളൂ. നല്ല ആക്ടിങ് ആയിരുന്നു. എടുത്തു പറയാൻ സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. നല്ല കോമഡിയൊക്കെ വർക്കൗട്ട് ആയിരുന്നു. ഗംഭീര പടമാണ്, യാതൊരു സംശയമൊന്നുമില്ല. ഇത് സൂപ്പർ ഹിറ്റ് ആവും. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല പ്രൊമോഷൻ ഉണ്ടെങ്കിൽ ഒന്നും കൂടി സൂപ്പർ ഹിറ്റ് ആവും. കാരണം ഈ ഒരു ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഫഹദൊന്നും അല്ല ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഈ മറ്റേ അമ്പാൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ പേര് അങ്ങനെ ഓർമ്മ വരുന്നുള്ളൂ. പുള്ളിയുടെ പടം ആയതുകൊണ്ട് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പം രണ്ട് തവണയൊക്കെ ആലോചിക്കും. പക്ഷേ ഗംഭീര പടമാണ്. ഫാമിലി ആയിട്ട് വന്ന് ഒരു കുഴപ്പമില്ലാണ്ട് വന്നിരുന്ന് എൻജോയ് വിത്ത് ഫാമിലി. ഈ പൈങ്കിളി എന്നുള്ള ആ വാക്കുകൊണ്ട് ശക്തമായ ഒരു ഫാമിലി എന്റർടൈൻമെന്റ്. നല്ല കോമഡി ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്, കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പുതിയ രീതിയിലായിരുന്നു, നല്ല രസമുണ്ട്. അമ്പാൻ കൊള്ളാം. പൈങ്കിളി പൈങ്കിളിയായിട്ടൊന്നും ഇല്ല, പക്ഷെ കോമഡി ഉണ്ട്. ചിരിക്കാനൊക്കെ ഉണ്ട്. നല്ല സെറ്റ്. പുള്ളി നല്ല നാച്ചുറൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കൊള്ളാം. നല്ലത്. അല്ലല്ല കുഴപ്പമില്ല, കണ്ടിരിക്കും. അങ്ങനെയൊന്നും ഇല്ല. ചില സീൻസ് ഒക്കെ ഇച്ചിരി കണ്ടിരിക്കും. ഇല്ല കുഴപ്പമില്ല, കണ്ടിരിക്കും. അത്യാവശ്യം എന്റർടൈൻമെന്റ്. കുഴപ്പമില്ല. ഫുൾ പറയുന്നില്ല, സ്പോയിലർ ആണ്. പക്ഷെ മസ്റ്റ് വാച്ച് ആണ്. ജിത്തു മാധവന്റെ കിഡിലം പടം. ഒന്നും പറയല്ല. ഒരു മൈനസ് പോയിന്റ് പോലും ഒന്നും പറയല്ല. എല്ലാം അങ്ങനെ ഒരുപാട് ഇമോഷണൽ ഫാക്ടർ പറയാനില്ല. ഞാൻ എടുത്ത് പറയാം, സജിൻ ഗോപുവിന്റെ ആ പെർഫോമൻസ് അതാണ് എനിക്ക് ഇമോഷണലി ടച്ച് ചെയ്തത്. ചിലർക്ക് പക്ഷെ കോമഡി ഒരുപാട് ലാഗ് ആവുന്നുണ്ട്, ആവശ്യമില്ലാതെ കോമഡി കയറ്റുന്നുണ്ടെന്ന് അകത്തൊരു ടോക്ക് വന്നു. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തില്ല. എല്ലാ എലമെന്റ്സും ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി കളക്ഷൻ കാര്യം 3 ഫിലിംസ് ഇന്ന് റിലീസാണ്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ എനിക്ക്